നമസ്കാരം പ്രിയമുള്ളവരെ, 1991 കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നാലാമതും അധികാരത്തിലേൽക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ യു ഡി എഫിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ആ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അന്ന് തൊട്ട് ഇന്നുവരെ എപ്പോഴൊക്കെ യു ഡി എഫ് അധികാരമേൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആ യു ഡി എഫ് മന്ത്രിസഭയിൽ രണ്ടാമനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ട് എന്നതാണ് വാസ്തവം. 1991 തുടങ്ങിയ യാത്ര 2026 തുടരുന്നു. ഇപ്പോഴും വി ഡി സതീശൻ മന്ത്രിസഭയിലും പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടാമനാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിൽ പല മുഖ്യമന്ത്രിമാർ വന്നുപോയി. കെ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി, ഇപ്പോൾ സതീശൻ. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അന്നു മുതൽ ഇന്നുവരെ ആ മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുവാൻ അവർക്കൊരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ വസന്തം കഴിയാറായി എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് 75 വയസ്സായി. ഇനി ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരള സംസ്ഥാനം നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സാകും. അന്ന് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുവാൻ അദ്ദേഹം ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരിക്കുമോ ആ പാർട്ടിയെ നയിക്കുക എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെ മുസ്ലിം ലീഗ് കടന്നുപോയ സമയത്തൊക്കെയും ആ പ്രസ്ഥാനത്തെ തങ്ങൾ കുടുംബത്തോടൊപ്പം ചേർന്ന് നയിച്ച ഒരു പാരമ്പര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 1992 ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം നടക്കുമ്പോൾ അദ്ദേഹം കെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അന്ന് വലിയ പ്രതിസന്ധിയാണ് ആ പ്രസ്ഥാനം പ്രതിനിധീകരിക്കുന്ന സമുദായവും നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ചും തീവ്ര വിഭാഗങ്ങൾക്കുള്ളിൽ നിന്ന് കടുത്ത ആക്രമണം മുസ്ലിം ലീഗിനെതിരെ ഉണ്ടായി. അവർ കോൺഗ്രസുമായിട്ട് മന്ത്രിസഭയിൽ സഹകരിച്ച് നീങ്ങുന്നതിനെക്കുറിച്ച്, ദേശീയ രാഷ്ട്രീയത്തിൽ അവർ മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഉയരുന്നു. പ്രത്യേകിച്ചും അബ്ദുൽ നാസർ മഹ്ദൂയുടെ ഒരു നേതൃത്വത്തിൽ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നി തുടങ്ങിയ കാലം, അതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് INL എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയ സമയം ലീഗിനെതിരെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സമരം നയിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ മഹാകാലഘട്ടം. ആ കാലഘട്ടത്തെ വളരെ പക്വമായി നയിച്ച ഒരാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി, തങ്ങൾ കുടുംബത്തോടൊപ്പം ചേർന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിനെതിരെ ശബ്ദമുയർത്തിയ പലരും പിന്നീട് ലീഗ് പറഞ്ഞതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ചും അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നിലപാടുകൾ മുസ്ലിം ലീഗിനെതിരായിരുന്നു. പക്ഷേ പിന്നീട് അവർ ആ ലീഗിൻ്റെ നിലപാടുകളോടൊപ്പം വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ അന്ന് ലീഗ് എടുത്ത സമചിത്തമായ നിലപാടുകളായിരിക്കാം സംസ്ഥാനത്തെയും ഒപ്പം അവർ പ്രദാനം ചെയ്യുന്ന സമുദായത്തെയും കാത്തുകൊണ്ടത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും അന്ന് തീവ്രവാദം പറഞ്ഞു വന്ന മഹ്ദനിയുടെയും ഒപ്പം ഇബ്രാഹിം സുലൈമാൻ സെട്ടിൻ്റെയും ഒന്നും ഒരു പാതയിൽ വീഴാതെ ആ സമുദായത്തെ വളരെ പക്വമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ചില തിരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗിന് ആ സമയത്ത് തിരിച്ചടിയിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗുരുവായൂർ തിരഞ്ഞെടുപ്പിലൊക്കെ അന്ന് അബ്ദുൽ സമദ് സമദാനി പരാജയപ്പെട്ടു. അതൊക്കെ PDP ഒരു വോട്ട് പിടിച്ചു മാറ്റിയതുകൊണ്ടാണ് ലീഗിൻ്റെ. പക്ഷെ പിന്നീട് ആ ലീഗ് ആ വോട്ട് ബാങ്കുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. PDP എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം വന്നതുപോലെ തന്നെ കൊടുങ്കാറ്റ് പോലെ വന്നു. അത് ഒന്നുമല്ലാതെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ അവസാനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് വളരെ പക്വമായ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചാണക്യ തന്ത്രം ഒക്കെ ഉപകരിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി 2002 രണ്ടാം മാറാട് കലാപം നടക്കുമ്പോഴും അദ്ദേഹം മന്ത്രിയായിരുന്നു. അന്നും അദ്ദേഹം വളരെ പക്വമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹം വളരെ മെച്ചറായിട്ടുള്ള നടപടികളെടുത്തു. അതും പ്രശംസിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ചാണക്യനായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമന്വയം, അദ്ദേഹത്തിൻ്റെ മിതത്വമാർന്ന ഇടപെടലുകളൊക്കെയും ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനി ഒരു കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്ത് നയിക്കേണ്ടത് ആരാണ് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. 2001-2005 കാലഘട്ടങ്ങളിലൊക്കെ MK മുനീർ, ഒപ്പം KT ജലീൽ, ET മുഹമ്മദ് ബഷീർ ത്രയങ്ങളൊക്കെയും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പകരമായിട്ട് ഉയർന്നു വരും എന്ന ഒരു സംസാരമുണ്ടായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങളുടെയിൽ. പക്ഷേ KT ജലീൽ പാർട്ടി വിട്ടുപോയി, ഇടതുമുന്നണിയിൽ MLA ആയി, പിന്നെ മന്ത്രിയായി. MK മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹം അനാരോഗ്യം അലട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനി ഒരു രാഷ്ട്രീയ തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ET മുഹമ്മദ് ബഷീറിനെ പറയുകയാണെങ്കിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇനി MK മുനീറിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ. അദ്ദേഹം ഇനി ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുവാനാണ് കൂടുതൽ സാധ്യത എന്ന രീതിയിൽ രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ്. അപ്പോൾ ആരായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പകരക്കാരനായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ലീഗ് നിയോഗിക്കുക
എന്ന രീതിയിലുള്ള ചർച്ചകൾ ഒക്കെ ഉയരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ചർച്ചകളൊക്കെ ചെന്ന് ചേരുന്നത് രണ്ടു പേരുകളിലാണ്. ഒന്ന് പി കെ ഫിറോസ്, മറ്റൊന്ന് കെ എം ഷാജി. കെ എം ഷാജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ സമുദായത്തിനുള്ളിലെ എല്ലാവരുടെയും ഒരു പിന്തുണ ആവാഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായൊരു യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ ഒരു റിസൾട്ട് അവലോകനം ചെയ്യുകയാണെങ്കിൽ അത് വ്യക്തമാകും എന്നതാണ്. മലപ്പുറം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളുടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ലീഗ് എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും 2021 ഭൂരിപക്ഷം ഇരട്ടിയോ ഇരട്ടിയിലധികമോ ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ എടുക്കുകയാണെങ്കിൽ 63,387 വോട്ടുകൾക്കാണ് 2026 ലീഗ് വിജയിക്കുന്നത്. അത് 2021 വെറും 9,578 വോട്ടുകളാണ്. കോട്ടക്കലാണെങ്കിൽ 62,638 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അത് 2021 വെറും 16,588 വോട്ടുകൾക്കാണ്. മഞ്ചേരിയിലാണെങ്കിൽ 57,887 വോട്ടുകൾക്കാണ് 2026 വിജയിക്കുന്നതെങ്കിൽ അത് 2021 വെറും 14,557 വോട്ടുകൾക്കാണ്. ഏറനാട് 41,289 വോട്ടുകൾക്കാണ് വിജയിക്കുന്നതെങ്കിൽ അത് 2021 വെറും 22,526 വോട്ടുകൾക്കാണ്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയാട്ടെ 85,000 പരം വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ അത്രയും മെജോറിറ്റിയിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ നമ്മൾ വേങ്ങര നിയമസഭാ നിയോജക മണ്ഡലം എടുക്കുകയാണെങ്കിൽ 2021 30,596 വോട്ടുകൾക്ക് വിജയിച്ച ലീഗ് അവിടെ കെ എം ഷാജി മത്സരിക്കുമ്പോൾ 30,325 വോട്ടുകൾ എന്ന രീതിയിലേക്ക് 225 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം കുറയുന്നുണ്ട് എന്നതാണ്. അതായത് കെ എം ഷാജിക്ക് ഭൂരിപക്ഷം കുറയുന്നു. ബാക്കി ലീഗിൻ്റെ MLA-മാരൊക്കെ ഇരട്ടിയോ ഇരട്ടിയിലധികമോ മിക്ക മണ്ഡലങ്ങളിലും 50,000 മുകളിലൊക്കെ ആയിട്ട് ഭൂരിപക്ഷം നിലനിർത്തുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ഒരുപക്ഷെ കെ എം ഷാജിക്ക് ചില മുസ്ലിം സംഘടനകളുടെ എതിർപ്പുണ്ടാകുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. മിക്കപ്പോഴും കെ എം ഷാജിയുടെ വാക്കുകളൊക്കെ വളരെ ദൃഢമാണ്. അദ്ദേഹം സമുദായത്തിനുള്ള തീവ്രവാദ സംഘടനകളെ എതിർക്കുന്നുണ്ട്. NDF-നെതിരെ വളരെ ശക്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും വളരെ ശക്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതേ ശക്തത്തിൽ തന്നെ അദ്ദേഹം CPM-നെ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഷുക്കൂറിൻ്റെയൊക്കെ ഒരു അപദാനങ്ങൾ വാഴ്ത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഷുക്കൂറിനെ വധിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ഉമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് കെ എം ഷാജി. അത് യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ കെ എം ഷാജിയെ കൂടുതൽ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് എന്നതും വാസ്തവമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ലീഗ് LDF-ലെത്തുമോ എന്നൊരു ചർച്ച ഉണ്ടായപ്പോൾ ലീഗിൻ്റെ LDF പ്രവേശനം എതിർത്തത് അത് കെ എം ഷാജിയാണ് എന്ന രീതിയിലുള്ള ചില ചർച്ചകളുണ്ടായിരുന്നു കെ എം ഷാജിയും പി കെ ഫിറോസും. കാരണം അവർ ഈ ഷുക്കൂറിൻ്റെ ഒക്കെ രക്തസാക്ഷിത്വം അത് വളരെ വലിയ കാര്യമായിട്ട് കരുതുന്ന ആളുകളാണ്. അവരൊരിക്കലും അങ്ങനെ ഒരു രക്തസാക്ഷിത്വം CPM-കാർ വെട്ടിക്കൊലപ്പെടുത്തിയ ഷുക്കൂറിൻ്റെ ഒക്കെയും ഒരു ഓർമ്മകൾ നിലനിൽക്കുന്ന അവരൊരിക്കലും LDF-ഉമായിട്ട് ഒരു എലക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് കെ എം ഷാജിയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ എന്നൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.